ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ 3 ദിവസം പിരിഞ്ഞിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന്, എൻ്റെ പൊന്നു അത് പറയാതിരിക്കുക വേദം ഒറ്റയ്ക്ക് നിന്നത്. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്ത്, എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എൻ്റെ ഇക്കപ്പം വരും. അപ്പോൾ ഗായ്സ്, നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് 2:30 ആയി. വേഗം കുളിച്ച് മാറ്റി ജസ്റ്റ് ഫുഡ് കഴിച്ച് എനിക്ക് 4 മണിക്ക് അവിടെ എത്തേണ്ട ആവശ്യമുണ്ട് വേറെ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോവുകയാണ്. 4 ദിവസത്തെ അവളെ രീതിക്ക് പറഞ്ഞാൽ ലോങ് ടൈം ഒറ്റക്കുള്ള അവരെ കുറേ ദിവസം പോലെ ഉണ്ടാവും അവൾക്ക്. ഞാനിവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഓക്കെ. അവൾക്ക് അവിടെ എന്താണ് ബുദ്ധിമുട്ട്, അല്ലെ അവളെ ടെൻഷനായിരുന്നു എൻ്റെ ടെൻഷൻ. അല്ല, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവൾ ഒറ്റക്ക് നിൽക്കുക, അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ടെൻഷനാണ് എനിക്കുണ്ടായിരുന്നത്. എന്താവും, ഒറ്റക്ക് കെടുത്തും ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഒരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിന്ന് പോവുകയാണ്. അപ്പോൾ അവളിന്ന് ഭയങ്കര കാത്തിരിപ്പിലാണ്. വലിയ 4 വർഷത്തെ കാത്തിരിപ്പുണ്ടാവും അവൾക്ക് സത്യം പറഞ്ഞാൽ ഈ 4 ദിവസം. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇടക്കിടക്ക് ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഡ്യൂട്ടി കഴിഞ്ഞ നേരം ഞാൻ അവിടെ എത്തുമ്പോൾ, അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോൾ ഞാൻ അവിടെ എത്തണം, ഫിറു ഇവിടെ ഉണ്ടാവണോ, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു, സീനായിരുന്നല്ലേ. അപ്പോൾ ഞാൻ നേരം വഴുകാണ്ട് തന്നെ വേഗം പോവാമെന്ന് വിചാരിച്ച്. ഇനി അവിടുത്തെ ദിബ്ബലത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഗായ്സ്, നമ്മൾ വീട്ടിലേക്ക് കയറുന്നു. ഭയങ്കര ചൂടും വെയിലൊക്കെയാണ്. മറ്റാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും പോയോക്കാം. അങ്ങനെ കുട്ടീനെ കിട്ടിയിരിക്കുകയാണ് 4 വർഷത്തിന് ശേഷം. ഇവിടെ പറഞ്ഞ 4 വർഷം 6 സെക്കൻഡ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞോള്. അപ്പായിരുന്നു ഞാൻ ഇല്ലാണ്ട് അടിച്ചു പൊളിച്ചവിടെ എൻജോയ് ചെയ്താ. അതാണ് എൻ്റെ വില അറിയണം ഓരോ നിമിഷവും. ഓക്കെ, അപ്പൊ ഗായ്സ്, ഞങ്ങള് വീണ്ടും ഒന്നായിരിക്കുകയാണ് ഗായ്സ്. ഭയങ്കര സീൻ തന്നെ. 4 ദിവസം എന്ന് പറഞ്ഞാലും ഒരു ദിവസം തന്നെ കേട്ടോ. അപ്പൊ പറയും 4 ദിവസത്തെ ജേണി പറയും അല്ലേ. പിന്നെ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഫസ്റ്റ് ഡേ പാർക്കിലൊക്കെ പോയി. പിന്നെ കൊറേ വേറെ പുതിയ മലയാളി ഫാമിലീസിനൊക്കെ പരിചയപ്പെട്ട്. 2ാമത്തെ ദിവസം പിന്നെ ഇവിടെ ഫർഹാൻ താത്താടെ അവിടെ പോകേണ്ടി വന്ന്. അവരെ അച്ഛൻ മരിച്ചിട്ടൊക്കെ, റിയാസ് ഖാന്റെ അച്ഛൻ മരിച്ചിട്ടൊക്കെ പോകുന്നു. ഉപ്പ മരിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ പോയി. പിന്നെ 3ാമത്തെ ദിവസം എന്തായാലും സുഗന്യ വന്നിട്ടുണ്ടായിരുന്നു. പാവം, അത് കൊറേ നേരം കമ്പനി അടിച്ചു. അതാണ് ദിബ്ബയിലത്തെ ഒരു ഗുണം. നമ്മൾ ഇവിടെ വന്ന് നേടിയെടുത്ത കുറെ ബന്ധങ്ങളുണ്ട്. അവര് എപ്പോ വേണമെങ്കിലും എന്തിനും തയ്യാറാണ്. അവരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി ദിവസങ്ങള്. പിന്നെ രാത്രി പിന്നെ ഒറ്റയ്ക്കല്ലേ, രാത്രി തീർച്ചയായിട്ടും ഉറങ്ങൂല അവള്. ഒരു ഏറിപ്പോയാ ക്ഷീണം കൊണ്ട് ഉറങ്ങിയ 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങി, അത്ര. അതല്ല, അപ്പുറത്തെ റൂമിലും ആളില്ല. ഞാൻ വില്ലയുടെ ഉള്ളിൽ വല്ല, അല്ലെങ്കിൽ ഇതൊരു പ്രേതാലയം പോലെ, അതിൽ കൂടെ ഞാനതില് പ്രേതവുമായി ഇവിടെ ഇങ്ങനെ ഉറങ്ങാതിരുന്നിരുന്നിരുന്നിരുന്നു. പിന്നെ ഇന്നലെ കുറച്ചൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു ഇക്ക വരുന്ന കാരണം. നിന്റെ പറയാ, ഞാനവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ ഇവൾക്ക് ടെൻഷനല്ലേ, ഇവളെങ്ങനെ രാത്രി കിടക്കും, അങ്ങനത്തെ ടെൻഷൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഹാപ്പിയാണ്. വേറെ ഭാഗങ്ങൾ ചിന്തിച്ചാൽ നല്ല ഫുഡ്, മെസ്സ് എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന, വൈകുന്നേരം ചായ കുടിച്ച് അവിടെ തന്നെ ഇരിക്കുക, ഓരോരുത്തർക്ക് രണ്ടാൾക്ക് പറ്റിയ റൂമ്, സുഖകരം, AC ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക, ഡ്യൂട്ടിക്ക് പോവുക വരിക. അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എന്താ ഈ വീട്ടില് പിന്നെ ഫ്രണ്ട്സും എല്ലാരും ആരേലൊക്കെ റൂമിലുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ പിന്നെ അങ്ങനെ ജീവിച്ച് നമുക്ക് ശീലമുണ്ട്. എവിടെ പോയിട്ടോ അത് പ്രശ്നമില്ല. ഇവള് ഫസ്റ്റ് ടൈം അല്ലേ. അപ്പം എന്തായാലും അങ്ങനെ
ആദ്യമായിട്ട് 4 ദിവസം ഒറ്റക്ക് ജീവിതത്തിലെ എൻ്റെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പൊ എൻജോയ് ഒറ്റക്ക് നിക്ക വലിയ സുഖമൊന്നുമില്ല, ആരുമില്ലാതെ. അല്ല എല്ലാം നമ്മള് സോളോ ലൈഫ് പോലെയാണ് ഒറ്റക്ക്. പഠിക്കണം. മറ്റേന്ന് പറഞ്ഞാ നമ്മള് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഹോസ്റ്റല് അങ്ങനെയൊക്കെ നിക്കുമ്പോ പോലെ. ശരിയാണ്. ഇപ്പൊ ഇക്കാക്കാണേലും കമ്പനിയിൽ ആരും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഒരിടത്തും പുറത്തൊക്കെ അങ്ങനെ ഇരിക്കുമ്പോ പറയലില്ലേ, ദിവസങ്ങൾ കിടന്നു പോവാ അതുപോലെ. അപ്പൊ എന്തായാലും ഞങ്ങള് എന്നാലും ഇക്ക വരുന്ന കാരണം ഇന്നലെ രാത്രി സന്തോഷം ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ സന്തോഷായിരുന്നു, ഉച്ചക്ക് സന്തോഷായിരുന്നു, ഇപ്പൊ സന്തോഷായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ നേരം വഴുകുന്നു. ഞാൻ ഷാനു വിളിച്ചിരുന്നു, ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം കഥക്കെ പറഞ്ഞിരിക്കട്ടെ. തീരെ വയ്യ, ഉറങ്ങി. ഞാനും ഉറങ്ങിയില്ല. ഉച്ചക്ക് ഉറങ്ങണതും ഡ്യൂട്ടി നേരെ വരികയല്ലേ. ഉറങ്ങാനും സമ്മതിച്ചില്ല. ചോറിന്ന് വിട്ടന്നെ, ചോറും തിന്നണ്ടെന്നാ പറഞ്ഞോട്. എന്തേലും സാൻഡ്വിച്ച് ഒക്കെ വാങ്ങി തിന്നിട്ട് പോരെ, ഇവിടുന്ന് ചോറിൻ്റെ. പക്ഷേ 2 മണി വരെയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ചോറിനാണ്ട് വരിക പറഞ്ഞാൽ സാൻഡ്വിച്ച് ഒക്കെ തിന്ന വയറിതാവും. അപ്പൊ അർഷിക്ക് ഉണ്ടാക്കി നല്ല പച്ചക്കറി കറിയും കുമ്പളങ്ങ കറിയും മത്തി പൊരിച്ചും തിന്നിട്ട് ചോറ് തിന്നിട്ട് പോണി സെറ്റാക്കി. ഞാനും ഇവിടെ ഫുഡൊക്കെ കഴിച്ചിരുന്നു, കഴിക്കാതിരുന്നിട്ടില്ല, കാരണം ഉറങ്ങണില്ല. പിന്നെ തിന്നാതും കൂടി ഇരുന്നാല് നീറ്റിക്കാൻ പറ്റൂല, നിൽക്കാൻ അറിയാം. അതുകൊണ്ട് ഫുഡൊക്കെ അങ്ങനെ കഴിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. പെട്ടെന്ന് ഇനി വർക്കും കണ്ടു മാറിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ പോലെ അത്രേ ഉള്ളൂ എനിക്ക്. കാരണം എളുപ്പമല്ലേ ഒറ്റയ്ക്കുള്ള ലൈഫ്. ഒരു മടുപ്പാണ് മനസ്സിന്, നിൽക്കണേക്കാളും കൂടുതൽ ഒരു എന്ത് ജീവിതം തോന്നിപ്പോകും. കുറച്ചേരൊക്കെ റൂമിൽ അങ്ങനെ ഇരുന്നിട്ട് ഗായ്സ് ഞങ്ങള് പുറത്തിറങ്ങി. കാരണം വീണ്ടും പരിപാടി തുടങ്ങി. താടി ഒന്നും നിക്കണില്ല പണ്ടത്തെ പോലെ, കലമ്പായിക്കണു. പിന്നെ അതെ, ഞങ്ങള് സമാവർ ചായ കുടിച്ചിട്ട് കാലം മറന്ന പോലെ ആയിപ്പോ. പിന്നെ കൊറഫുഖാനില് കിട്ടാനും ഇല്ല കേട്ടോ വേറെ കാര്യം. നമ്മള് നൈസായിട്ട് കുടിച്ചിട്ട് ഗായ്സ്, ഞാനാണ് കുടിക്കാത്തപ്പോ. അതെ അതെ, ഞങ്ങളിങ്ങനെ കട്ടിപ്പിടിച്ചിട്ട് പിന്നെ വ്ളോഗ് ചെയ്യണത് അപ്പുറത്തുനിന്ന് ബംഗാൾ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഇവർക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും പിന്നെ ഇതില് വേറെ സംഭവം പറയാനുണ്ട്, ഞാൻ വണ്ടിയിൽ കയറിട്ട് പറയാം. അപ്പൊ ഇതില് വേറൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞത്, പല റീൽസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല റിയൽ ലൈഫിൽ എൻ്റെ ഫ്രണ്ട് ജുനു ഇടക്കിടക്ക് പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് വിട്ടു മാറി നിൽക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ വില അറിയുള്ളൂ എന്ന് ഇടക്കിടക്കും പറയും. മനസ്സിലായ? അത് ഇന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി. കാരണം ഞാൻ പണ്ട് വീട്ടിൽ എത്തിയപ്പോൾ എന്നോട് ഇവള് ചോറ് വേണോ, ഇന്ന് രാത്രി എന്താ, നാളൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കല്ലേ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയാണ് ഫുഡ് ഇങ്ങനെ വാരി വലിച്ചിട്ട് എന്നെ കൊണ്ടും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇന്ന ടൈമിൽ ഇത് അടുത്തത് ഒക്കെ വേണ്ടി ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറില്ല. ഒപ്പല്ലേ. അപ്പൊ നമ്മൾ വിട്ട് മാറി നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ഭയങ്കര ഒരു വർത്താനത്തിന്റെ രീതിയോ അല്ലെങ്കിലും ഡെയിലി ഇന്ന് എന്തുണ്ടാക്കുക അല്ലെങ്കിൽ പക്ഷെ ഇവള് ഇന്ന് ഇന്നെ ഞെട്ടിച്ച് കളഞ്ഞ് പല കാര്യങ്ങളിലും ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അല്ലെങ്കിൽ ഞാനാണ് അധികം ഇനിഷ്യേറ്റീവ് അവൾക്ക് എല്ലാം ഓളെ സന്തോഷങ്ങൾ നോക്കും. പക്ഷെ അപ്പൊ ഇന്ന് ഇവള് എന്നോട് ഇങ്ങനെ എല്ലാം ചോദിച്ച് ഇന്ന പ്ലാന്, അത് അവളെന്നെ ഉണ്ടാക്കാനുള്ള ഒരു ത്വര ഉണ്ടാവൂലേ നമ്മള് എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ ഓനെ ഞാൻ ശരിക്കും മനസ്സിലാക്കാൻ അത് ശരിയാണ് ജോലി പറഞ്ഞത്. അപ്പൊ അതൊന്നും പറഞ്ഞതാണ്. അവ ഞങ്ങൾ ചാടിക്കാൻ പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും മനസ്സിലാക്കി കുറച്ചൊക്കെ ഒന്ന് വിട്ടുക്കുക. ഫുള്ള് ഇതാണ് കൈ ഇങ്ങനെ കോർത്തപ്പോഴേ എന്താണ് വാസിൽ ഇട്ടിട്ട് ഒട്ടായി കോമഡി. സുഖമൊന്നുമില്ല. പിന്നെ ഞാൻ ഒറ്റക്കല്ലേ, ഞാൻ മാത്രം റൂമിന്റെ ഉള്ളില്, ആ ഒരു പെയിന് എളുപ്പല്ല. അപ്പൊ എന്നാ ഗായ്സ് ഞങ്ങള് ചായ അടിച്ചിട്ട് തരാം. ഗായ്സ് അങ്ങനെ നമ്മള് ചായ സ്പോട്ടിലെത്തി. സെയിം നമ്മളെ അമ്മൂർ തന്നെ. പിന്നെ അപ്പൊ ഇന്ന് നെയ്യപ്പാണ് അവളെ ഉദ്ദേശിക്കുന്നത്.
അധികം എണ്ണുള്ള കഴിക്കണ്ട വെച്ചിട്ടാ നല്ല വെയില പച്ചപ്പരിഷ്കാരിക്ക് സൺഗ്ലാസ് ഒക്കെ ഇട്ട് കണ്ണ് കാണില്ല വെയിലുണ്ട് വെയിലുണ്ട്. നെയ്യപ്പം എടുക്കണേ? അപ്പൊ നെയ്യപ്പാണ് അവൾ എടുക്കുന്നത്, ഞാൻ ഉള്ളിവട എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങള് ചായ, ഇവള് ചായ, ഞാൻ ഹോർലിക്സ്.